നല്ല കാര്യത്തിനെ പറ്റി കൂടുതൽ അവർ അത് മറ്റുള്ളവരിലേക്ക് കൊണ്ടുവരുന്നതാണ്. നല്ല കാര്യം, നല്ല മെസ്സേജാണ് കൊടുക്കുന്നത്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉപയോഗിക്കരുത്, നല്ലൊരു കാര്യമാണ്, നല്ലൊരു മെസ്സേജാണ് കൊണ്ടുവരുന്നത്. അത് ഇപ്പോഴത്തെ പുതിയ തലമുറകൾക്ക് നല്ലതായിട്ട്. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. എല്ലാവരുടെയും എഫേർട്ട് ഇട്ടിട്ട് അവർ ചെയ്തിരിക്കുന്നത് നല്ലൊരു പടമാണ്. അപ്പോൾ അത് ആ രീതിയിൽ കണ്ട് ആസ്വദിക്കും. ശരി, താങ്ക് യു. അവരൊക്കെ നല്ല പുതിയ ആൾക്കാരല്ലേ, അവർക്കൊക്കെ അവസരങ്ങൾ വരണം. അവരൊക്കെ നല്ലപോലെ അഭിനയിക്കണം. ഒരുപാട് റീൽസിലുള്ള പിള്ളേരിൽ അഭിനയിച്ചിട്ടുണ്ട്. അതെ, ഫസ്റ്റ് പടമാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? അവർ അവരുടെ എഫേർട്ട് നല്ലപോലെ ഇട്ടിട്ടുണ്ട്. അവർ നല്ലപോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടിരിക്കാൻ ഫാമിലിക്കും പോയി ഒക്കെ കാണാൻ പറ്റുന്നതാണ്. എല്ലാവർക്കും കാണാൻ പറ്റുന്ന സിനിമയാണ്. നല്ല അവസരം. ഹാഷിർ ടീം തകർത്തിരിക്കുകയാണ്. ബിപിൻ ദാസിന് ബിഗ് സല്യൂട്ട്. എല്ലാ ഇൻസ്റ്റാഗ്രാം ടാലൻസിനെയും ആക്ടിങ് താല്പര്യമുള്ളവർക്കും ചാൻസ് കൊടുത്തിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ മൂവി, കണ്ണ് നിറയിച്ച് സെക്കൻഡ് ഹാഫ്, ബ്യൂട്ടിഫുൾ ഫസ്റ്റ് ഹാഫ്, ഫൺ, എല്ലാം ഫീൽഡാണ്. ഫാമിലി കാണേണ്ട ഒരു പിക്ചറാണ്. നല്ലൊരു മെസ്സേജാണ്. ഒരു സഹോദര ബന്ധങ്ങൾ, അച്ഛനമ്മ ബന്ധങ്ങൾ, അച്ഛൻ മക്കൾ ബന്ധങ്ങൾ തമ്മിൽ നമ്മുടെ ഈ ഈഗോ വിട്ടിട്ട് കാര്യങ്ങൾ സോറി പറയണം എന്നൊക്കെ ഉള്ളൊരു മെസ്സേജുണ്ട്. നൈസ്, സൂപ്പർ. അൽഫോൺസ് തകർത്തടുക്കി, ബിജുക്കുട്ടൻ കരയിച്ചു, സന്തോഷിപ്പിച്ചു. ഒരു നമ്മുടെ സ്വന്തം അച്ഛനെ അമ്മയെ നമുക്ക് ഓർമ്മ വരും. അതങ്ങനത്തെ ഒരു പീഡിക സഹോദരങ്ങളെ. താങ്ക് യു. പിള്ളേരും തൂക്കിയല്ലേ? തൂക്കി സൂപ്പർ, അടിപൊളി. കൊള്ളാം. എന്താണ് പടത്തിൽ? എല്ലാവരും കിടിലായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ കംപ്ലീറ്റ് ആയിട്ട് ഹാഷിറൊക്കെ അടിപൊളിയായിട്ടുണ്ട് ബ്രോ. നല്ല പടം. നമുക്ക് യൂത്തിനൊക്കെ മാക്സിമം റിലേറ്റ് ചെയ്യാൻ വരുന്ന പടം. നമുക്ക് ഹാഷിനൊക്കെ നമ്മൾ ഡെയിലി കാണുന്ന ആളുകളായതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ കണക്റ്റ് ആവും. സെക്കൻഡ് ഹാഫും ഫസ്റ്റ് ഹാഫൊക്കെ നൈസ്, നല്ല ഇമോഷണലാണ്. നന്നായിട്ട് കിട്ടും. റീൽസിൽ ഒരുപാട് പിള്ളേരിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു അവരുടെ? നല്ല അങ്ങനെ ആർട്ടിഫിഷ്യൽ നല്ല അഭിനയമായിരുന്നു. അടിപൊളി അഭിനയമായിരുന്നു. സെറ്റായിരുന്നു. തൂക്കി ഉറപ്പായിട്ടും തൂക്കി. നല്ല പടം. ലൈക്ക് ഫസ്റ്റ് ഹാഫൊക്കെ നല്ല കോമഡിയാണ്. നല്ല ലൈക്ക് നമുക്ക് ഫണ്ണായിട്ടൊന്ന് എൻജോയ് ചെയ്ത് കാണാൻ പറ്റും. ലാസ്റ്റൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ ഇമോഷണൽ ആവുന്നുണ്ട്. ബട്ട് ഓവറോൾ ഗുഡ് മൂവി. ഫ്രണ്ട്ഷിപ്പും സിബ്ലിംഗ് ഹുഡും അതൊക്കെ നന്നായിട്ട് നല്ലൊരു. അയ്യോ, നല്ലായിരുന്നു സീൻ. നല്ല രസമാണ്. കുറച്ച് ഇമോഷണൽ ആയിട്ട് നല്ലൊരു പടം. ശരിക്കും നല്ലൊരു മെസ്സേജ് ആയിട്ട് തോന്നി. അതെ, ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയല്ല, മൊത്തത്തിൽ ഫ്രണ്ട്ഷിപ്പും ഒരു ബ്രദർഹുഡ്, സിസ്റ്റർഹുഡ്, ലൈക്ക് ബ്രദർ സിബ്ലിങ്സ് ഒക്കെ ആയിട്ടുള്ള എല്ലാം നല്ല രീതിയിൽ. ആശ്രയ പിള്ളേർ അടിപൊളിയായിട്ടുണ്ട്. എല്ലാ പിള്ളേരും, എല്ലാവരും, സാബി, നിഹാൽ, എല്ലാവരും അടിപൊളിയായിരുന്നു. കൊള്ളാം, നല്ല സൂപ്പറായിരുന്നു. നല്ല ഫിലിമായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കരഞ്ഞു, ശരിക്കും കരഞ്ഞു. കുറെ റിലേറ്റിംഗ് മൊമെന്റ്സ് ഉണ്ടായിരുന്നു. സൂപ്പർ, അടിപൊളി. എല്ലാവരും കോമഡി, ഇമോഷൻ എല്ലാം ഇഷ്ടപ്പെട്ടു. ആശിർ അവരെ കോംബോ കിടിലാണ്. നൈസ് പടമാണ്. ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് നൈസ്, പക്ക ഇത് ചെയ്തിട്ടുണ്ട്. നൈസാണ്, എല്ലാം നൈസാണ്. ടോപ്പിലാണ് പടം. കൊള്ളായിരുന്നു, നല്ല പടമായിരുന്നു. ഫാമിലിയായിട്ട് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടാം. ഫസ്റ്റ് പോലെ തന്നെ അതിനേക്കാളും കുറച്ചും കൂടി നല്ല ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പടം. എല്ലാവർക്കും ഒരുപോലെ ഇരുന്ന് കാണാം. ഇമോഷണൽ മെസ്സേജ് തന്നെ കൊടുക്കുന്നുണ്ട്. എല്ലാവരും കാണേണ്ട പടം തന്നെയാണ്. ഹാഷിറൊക്കെ നല്ല അഭിനയം. നമ്മുടെ റീൽസിനേക്കാൾ ഒരുപാട് ബിസ്ക്രീൻ കണ്ടപ്പോൾ വലിയൊരു ഇമ്പ്രൂവ്മെൻ്റാണ് എല്ലാവർക്കും. നല്ല ഇഷ്ടപ്പെട്ടു. ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തു മൂവി. പിന്നെ സിബ്ലിങ്സ് ഒക്കെ ഉള്ളവർക്ക് നന്നായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. നമ്മളൊക്കെ ലാസ്റ്റ് ഇരുന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. എല്ലാവരുടെയും അഭിനയം നല്ല രസമുണ്ട്. ഇപ്പോൾ ഹാഷിർ ആയതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒരാൾ ഭയങ്കര ഉയരത്തിലെത്തിയൊരു ഫീലാണ് വരുന്നത്. നല്ല ഹാപ്പിയാണ്. ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തു മൂവി. അത് ഭയങ്കര ഇമോഷണലാണ്. ആ സിബ്ലിങ്സ് ബോണ്ടാണ് ഏറ്റവും കൂടുതൽ കാണിക്കുന്നത്. അത് ഭയങ്കര ഇതായിരുന്നു. ആണ് നല്ല മെസ്സേജ്. എസ്പെഷ്യലി ഈ ഡ്രഗ് അബ്യൂസ് അങ്ങനെയൊക്കെ അവർക്കൊക്കെ ഭയങ്കര അവയർനെസ് ആണ് കൊടുക്കുന്നത്. കുറെ നല്ല നല്ല പടം. ഹാഷിർ, എനിക്ക് അലന്റെ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടപ്പെട്ട്. എല്ലാവരും നല്ല രസമുണ്ട്, ഇഷ്ടപ്പെട്ടു.